يا أيها الذين آمنوا إذا نودي للصلاة من يوم الجمعة فاسعوا إلى ذكر الله وذروا البيع ذلكم خير لكم إن كنتم تعلمون. الحمد لله الذي جعل الشباب مرحلة قوة وعطاء وأودع فيهم العزم وطاقات البناء، ونشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن محمدًا عبده ورسوله، فاللهم صل وسلم وبارك عليه وعلى آله وصحبه أجمعين. أما بعد، فأوصيكم عباد الله ونفسي بتقوى الله. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമ നിർദ്ദേശങ്ങളും ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിച്ചുകൊണ്ട് തഖ്വയുള്ളവരായി ജീവിക്കുവാൻ പരമാവധി പരിശ്രമിക്കണേ എന്ന് എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഗൗരവപൂർവം ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തഖ്വ വർദ്ധിപ്പിച്ച് നൽകപ്പെടുന്നവരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, മനുഷ്യൻ്റെ ആയുഷ്കാല ജീവിതത്തിൻ്റെ ഇടക്ക് ഏറ്റവും സുപ്രധാനമായ കാലഘട്ടമായി അറിയപ്പെടുന്ന കാലമാണ് ഓരോ മനുഷ്യരിലും കഴിഞ്ഞ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന യൗവനം എന്ന് പറയുന്ന കാലം. ശരീരവും മനസ്സുമൊക്കെ വളരെ തെളിഞ്ഞു നിൽക്കുന്ന, ഉറച്ച പ്രത്യേകമായ ആരോഗ്യമുള്ള, ഓജസ്സും അതുപോലെയുള്ള ഉന്മേഷവുമൊക്കെ മുറ്റി നിൽക്കുന്നൊരു കാലഘട്ടമാണത്. എല്ലാ ആളുകളും ഉറ്റുനോക്കുന്നൊരു പ്രായം. മനുഷ്യനെ പിഴപ്പിക്കുവാൻ വേണ്ടി ചെകുത്താൻ എല്ലാവിധത്തിലും വലകൾ വിരിച്ച് കാത്തിരിക്കുന്നത് ഈ ഒരു കാലത്തുള്ള ആളുകളെ തന്നെയാണ്. അവരെ തന്നെയാണ് എല്ലാ ശത്രുക്കളും ഇസ്ലാമിന് വിരുദ്ധമായ ആശയങ്ങൾ പ്രചരിപ്പിക്കുവാൻ വേണ്ടി വളരെയേറെ ശ്രദ്ധയോടെ കാത്തിരിക്കുന്നതും. അതുകൊണ്ടൊക്കെ തന്നെ എല്ലാ അർത്ഥത്തിലും പ്രാധാന്യമർഹിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാലഘട്ടമാണത്. ശൈശവം കഴിഞ്ഞ് ബാല്യവും പിന്നിട്ട് കൗമാരത്തിലൂടെ കടന്ന് യൗവനദശയിലെത്തുമ്പോൾ മനുഷ്യരിൽ തെളിഞ്ഞ ബുദ്ധി കൂടുതൽ പ്രകടമാകുന്ന കാലമാണ്. അതുപോലെ തന്നെ ആരോഗ്യമുള്ള ശരീരം പ്രകടമാകുന്ന കാലഘട്ടമാണ്. ഈ കാലം എന്തിനു വേണ്ടി ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതാണ് മനുഷ്യ ജീവിതത്തിലെ വഴിത്തിരിവായി മാറുന്ന, അഥവാ അവൻ്റെ സ്വർഗനരകങ്ങൾ തീരുമാനിക്കുന്ന മാനദണ്ഡം. അതുകൊണ്ടൊക്കെ തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ ഗൗരവത്തോടുകൂടി ഈ കാലത്തെ പ്രത്യേകം മനുഷ്യൻ ഗൗനിക്കണം എന്ന് പറയാനും പഠിപ്പിക്കാനും കാരണം. നാം എല്ലാ വെള്ളിയാഴ്ചയും പാരായണം ചെയ്യുന്ന സൂറത്തുൽ കഹ്ഫ് ഒരു പറ്റം ചെറുപ്പക്കാരുടെ കഥയാണത്, ഒരു പറ്റം യുവാക്കളുടെ കഥയാണത്. അവരുടെ നല്ല യൗവനത്തിൽ അവർ ചെയ്ത കഠിനമായ ത്യാഗം. ആ ത്യാഗം എന്തായിരുന്നു? അവർക്ക് കിട്ടിയ ആരോഗ്യവും സമ്പത്തുമൊക്കെ ഉപയോഗപ്പെടുത്തി അടിച്ചു പൊളിച്ച് ജീവിതത്തിൻ്റെ സുവർണ കാലഘട്ടമാണിത് എന്നോർത്തുകൊണ്ട് റബ്ബിനെ ധിക്കരിച്ചുകൊണ്ട് ജീവിച്ച ഒരു കൂട്ടം ചെറുപ്പക്കാരായിരുന്നില്ല അവർ. അവരെ സംബന്ധിച്ച് ഖിയാമത്ത് നാൾ വരെ ലോക ജനത ഓർക്കുകയാണ് വിശ്വാസികൾ. ഇന്നും നമ്മൾ പാരായണം ചെയ്തതാണ് ഇന്നഹും ഫിത്യത്തുൻ ആമനൂ ബിറബ്ബിഹിം വസിദ്നാഹും ഹുദാ വറബത്നാ അലാ ഖുലൂബിഹിം ഇദ് ഖാമൂ ഫഖാലൂ റബ്ബുനാ റബ്ബുസ് സമാവാതി വൽ അർദ് ലൻ നദ്ഉവ മിൻ ദൂനിഹി ഇലാഹ ലഖദ് ഖുൽനാ ഇദൻ ശതതാ
ഹൗലായി ഖൗമൻ ഇത്തഖദൂ മിൻ ദൂനിഹി ആലിഹ ലൗലാ യഅതൂന അലൈഹിം ബിസുൽത്താനിൻ ബയ്യിൻ ഫമൻ അദ്ലമു മിമ്മൻ ഇഫ്തറാ അലല്ലാഹി കദിബാ. എല്ലാ വെള്ളിയാഴ്ചയും അൽ കഹ്ഫ് ഓതുമ്പോൾ പ്രിയമുള്ളവരെ, കേവലം അക്ഷരങ്ങളുടെ നോക്കി വായനയല്ല ആയിരിക്കരുത് നമ്മുടെ പരിശുദ്ധ ഖുർആനിൻ്റെ പാരായണം. എന്താണ് അതിലൂടെ ആഴ്ചതോറും ഞാൻ പാരായണം ചെയ്യാൻ പഠിപ്പിക്കപ്പെട്ട അധ്യായത്തിലൂടെ എന്നിലേക്ക് പകർന്നു നൽകപ്പെടുന്ന മെസ്സേജ് എന്താണെന്ന് ഓരോ വ്യക്തിയും നല്ലോണം ചിന്തിച്ചു പഠിച്ചു മനസ്സിലാക്കണം. അള്ളാഹു പറയാണ്, ആ ഗുഹാവാസികൾ ആരായിരുന്നു? അവരൊരു കൂട്ടം യുവാക്കളായിരുന്നു. ഫിത്തിയത്തുൻ, അവരുടെ പ്രായം പറഞ്ഞത് എന്തിനാണ്? ആ പ്രായത്തിൽ ഇതൊന്നും ആരും ചെയ്യൂല. നേരെ വിപരീതം പ്രവർത്തിക്കുന്ന കാലഘട്ടമാണ് യൗവനം. അതുകൊണ്ട് ആ റബ്ബ് അവരെ കുറിച്ച് പറഞ്ഞപ്പോ അവരുടെ പ്രായം എടുത്തു പറഞ്ഞത് ഇന്നഹും ഫിത്തിയത്തുൻ, അവരൊരു കൂട്ടം യുവാക്കളായിരുന്നു. ആമനൂ ബിറബ്ബിഹിം, അവരെ സൃഷ്ടിച്ച യജമാനനായ റബ്ബിൽ അടിയുറച്ച് വിശ്വസിച്ചവരായിരുന്നു അവർ. വസിദ്നാഹും ഹുദാ, അതുകൊണ്ട് തന്നെ നാം അവർക്ക് അവരുടെ ഈമാൻ കാരണത്താൽ അവർക്ക് നാം സന്മാർഗബോധം വർദ്ധിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ വറബത്നാ അലാ ഖുലൂബിഹിം, അവരുടെ ഹൃദയങ്ങൾക്ക് നാം നല്ല കെട്ടുറപ്പ് കൊടുത്തു. ഏത് ഘട്ടത്തിൽ അവർക്കൊരു ചാഞ്ചാട്ടവും ഉണ്ടായില്ല, അവരാരെയും ഭയപ്പെട്ടില്ല. ഏത് നേരത്ത് ഇത് ഖാമു, അവരവർ ജീവിക്കുന്ന സമൂഹത്തിൻ്റെ മുമ്പിൽ നട്ടെല്ലുയർത്തി എഴുന്നേറ്റ് നിന്നുകൊണ്ടവർ പ്രഖ്യാപിച്ചു, റബ്ബുന, ഞങ്ങളുടെ രക്ഷിതാവ്, റബ്ബുസ്സമാവാതി വൽ അർള്, ആകാശഭൂമികളടങ്ങുന്ന അണ്ടകടാഹങ്ങളെ മുഴുവനും നിയന്ത്രിച്ചു പോരുന്ന സർവലോക പരിപാലകനായ റബ്ബാണ് ഞങ്ങളുടെ രക്ഷിതാവ്. അതുകൊണ്ട് തന്നെ ഇനി പറയുന്ന വാചകം പ്രത്യേകം ശ്രദ്ധിച്ചോളൂ. ലൻ നദ്ഉവ മിൻ ദൂനിഹി ഇലാഹ, ഞങ്ങൾ അവന് പുറമെ ഒരിലാഹിനോടും ഒരാരാധ്യരെന്നിവിടെ അവകാശപ്പെടുന്ന, കഴിവുകളുള്ളവരെന്ന് അവകാശപ്പെടുന്ന ഇലാഹിൻ്റെ അതായ മർത്തബകൾ ചമഞ്ഞുകൊണ്ട് ഇവിടെ ലോകത്ത് ആരൊക്കെ പറഞ്ഞു നടക്കുന്നുണ്ടോ അവരെ ആരെയും ഞങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുകയില്ല. പ്രിയപ്പെട്ട സമൂഹമേ, ചിന്തിക്ക്. അവർക്ക് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം അത് തന്നെയായിരുന്നു. ഞങ്ങളുടെ റബ്ബിൽ വിശ്വസിക്കുന്നവരാണ്. ആകാശഭൂമികളുടെ റബ്ബാരോ, അവനെ മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടുള്ളൂ, അവനെ മാത്രമേ നേർച്ച വഴിപാടുകൾ അർപ്പിക്കാൻ പാടുള്ളൂ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവനെ കൂടാതെ ഒരാളോടും വിളിച്ചു പ്രാർത്ഥിക്കുകയില്ല. അങ്ങനെ എങ്ങാനും ഞങ്ങൾ പ്രാർത്ഥിച്ചിരുന്നുവെങ്കിൽ ലഖദ് ഖുൽനാ ഇദൻ ശതത, ഞങ്ങൾ കടുത്ത അക്രമമായിരിക്കും പറയുന്നത്, കടുത്ത അനീതിയിലായിരിക്കും ഞങ്ങൾ അകപ്പെടുന്നത്. അത് പറഞ്ഞിട്ട് എന്താണ് നമ്മുടെ സമൂഹത്തിൻ്റെ സ്ഥിതി എന്ന് ആ ചെറുപ്പക്കാര് വേദനയോടെ പറയുന്ന രംഗമാണ് അടുത്ത വാചകം. ഹൗലായി ഖൗമുന, എന്താ നമ്മുടെ ഖൗമിൻ്റെ സ്ഥിതി? ഇതാ നമ്മുടെ ഈ നാട്ടുകാര് ഇത്തഖദൂ മിൻ ദൂനിഹി ആലിഹ, അവരിതാ അല്ലാഹുവിന് പുറമെ ചില പ്രത്യേകമായ കഴിവുകളുണ്ടെന്ന് അവർ സങ്കല്പിച്ച് അവർ ഇലാഹുകളുടെ പദവിയിലേക്ക് ഉയർത്തിയിട്ടുള്ള ആളുകളെ അവർ അതാ സൃഷ്ടാവിൻ്റെ അതേ സ്ഥാനത്തേക്ക് ഉയർത്തിയിരിക്കുകയാണ്. ലൗലാ യഅതൂന അലൈഹിം ബിസുൽത്താനിൻ ബയ്യിൻ, അവർക്ക് വല്ല വ്യക്തമായ രേഖയും ഉണ്ടായിട്ടാണോ? അല്ല, കെട്ടുകഥകളും കള്ളക്കഥകളും വ്യാജ സ്വപ്ന കഥകളും മാത്രമല്ലാത്ത മറ്റൊന്നുമില്ലാതെ അവരതാ കേവലം പല രൂപത്തിലുള്ള ദുർന്യായങ്ങൾ പറഞ്ഞിട്ടാണ് അവരുടെ ശിർക്കിന് അവർ തെളിവുണ്ടാക്കുന്നത്. ഫമൻ അദ്ലമു മിമ്മൻ ഇഫ്തറാ അലല്ലാഹി കദിബാ, അല്ലാഹുവിൻ്റെ മേൽ കള്ളം കെട്ടിച്ചമക്കുന്നവനേക്കാൾ കടുത്ത അക്രമി ആരാണുള്ളത് എന്നാണ് ആ ചെറുപ്പക്കാര് പറയുന്നത്. പ്രിയമുള്ളവരെ, അതാണ് ഒരു യുവാവിൻ്റെ ശബ്ദം, അതായിരിക്കണം ഒരു യുവതിയുടെ ശബ്ദം, അതായിരിക്കണം ഒരു വിശ്വാസി അവൻ്റെ ജീവൻ അവസാനം അവൻ ശ്വാസം വലിക്കുന്നത് വരെയും അവനുണ്ടായിരിക്കേണ്ട ആദർശം അതായിരിക്കണം. അതുകൊണ്ട് തന്നെ ഈമാനും തഖ്വയുമാണ് ആ പ്രായത്തിൽ അല്ല വിശ്വാസിയുടെ ഏത് കാലഘട്ടത്തിലും ഉണ്ടായിരിക്കേണ്ടത്. അവൻ ഇബാദത്തുകളിൽ മുന്നേറേണ്ടവനാണ്. നിസ്കാരവും മറ്റു സൽക്കർമ്മങ്ങളും ജീവിതത്തിൽ ചിട്ടയോടെ കൊണ്ട് നടക്കേണ്ടവനാണ്. അള്ളാഹു ഒരാൾക്കും തണൽ കൊടുക്കാത്ത പ്രത്യേകമായ കാലത്ത് മഹ്ശറിൽ എരിപൊരി കൊള്ളുന്ന ചൂടിൽ തണൽ വിരിച്ചു കൊടുക്കുന്ന കുറച്ചു വിഭാഗം ആളുകളെ എണ്ണിയപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ റസൂലിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അതിലൊരു വിഭാഗം ആളുകൾ വശാബുൻ നശഅ ഫീ ത്വാഅത്തില്ലാഹ്, അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ട് എല്ലാവരും ധിക്കാരികളായി ജീവിക്കാൻ മനസ്സ് കാണിക്കുന്ന ആ ഒരു പ്രായത്തിലും റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിതത്തെ ക്രമീകരിച്ച യുവാക്കളുണ്ടോ, യുവതികളുണ്ടോ? അവർക്കായിരിക്കും നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല
തണൽ വിരിച്ചു കൊടുക്കുക എന്ന്. അതുകൊണ്ട് തന്നെ ഈ പ്രായം എന്ന് പറയുന്നത് മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ആ അനുഗ്രഹത്തെ പരമാവധി ഉപയോഗപ്പെടുത്തണമെന്നാണ് ഇസ്ലാം പഠിപ്പിച്ചു തരുന്നത്. ഇഗ്തനിം, നീ ശരിക്ക് ചൂഷണം ചെയ്തോളൂ, 5 കാര്യങ്ങളെ നീ ശരിക്ക് ഉപയോഗപ്പെടുത്തിക്കോളൂ എന്ന ഹദീസിൽ കാണാം. ശബാബക, നിന്റെ യൗവനത്തെ നീ ഉപയോഗപ്പെടുത്തിക്കോ. ഖബ്ല ഹർമിക, ഒന്നിനും കഴിയാത്തൊരു കാലം വാർദ്ധക്യം തൊട്ട് പിറകിൽ വരുന്നുണ്ട്, അതിൻ്റെ മുമ്പേ. മാത്രമല്ല ഈ അമാനത്ത് മഹ്ശറിൽ ചോദിക്കപ്പെടും എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വെച്ച കാലം മുന്നോട്ട് വെക്കാൻ സമ്മതം കിട്ടാത്ത മഹ്ശറിൻ്റെ ആ പ്രത്യേകമായ ഭൂമിയിൽ വഅൻ ശബാബിഹി ഫീമ അബ്ലാഹ്, എന്തിലാണ് അവൻ്റെ യൗവനത്തെ അവൻ തുലച്ചത്, നശിപ്പിച്ചത്, ചെലവഴിച്ചത് എന്ന് പരലോക കോടതിയിൽ പ്രിയമുള്ളവരെ ഓരോരുത്തർക്കും ചോദ്യമുണ്ടാകും എന്ന് നമ്മൾ പഠിച്ചു മനസ്സിലാക്കി വെക്കണം. സോഷ്യൽ മീഡിയയിൽ റീൽസുകളിലൂടെ ഹോമിക്കപ്പെടാനുള്ളതല്ല നമ്മുടെ ജീവിതം എന്ന് നമ്മൾ മനസ്സിലാക്കണം. കളിതമാശകളിൽ കഴിച്ചുകൂട്ടേണ്ട കാലമല്ല യൗവനം എന്ന് പഠിച്ചു വെക്കണം. നാശത്തിൻ്റെ പടുകുഴിയിലേക്ക് വീഴാനുള്ള കാലമല്ല യൗവനം എന്നും തിരിച്ചറിയണം. ആഘോഷിച്ച് തീർക്കാനുള്ള പ്രായമല്ല, മറിച്ച് ആസൂത്രണം ചെയ്ത് നിർമ്മിച്ചെടുക്കേണ്ട ഒരു ഭാവിയുടെ രൂപരേഖയാണത്. ശരീരത്തിന് ആരോഗ്യവും മനസ്സിന് ബുദ്ധിക്ക് നല്ല തെളിച്ചവുമുള്ള ഈ കാലഘട്ടത്തിൽ ഓരോരുത്തരും വിതയ്ക്കുന്ന എന്തെല്ലാം നന്മകളുണ്ടോ അത് വിളവെടുപ്പുവാൻ സാധിക്കുന്ന ഒരു ജീവിതം ഒരാൾക്കുണ്ടായി കഴിഞ്ഞാൽ ഇഹലോകത്തും പരലോകത്തും അവന് നന്മയിലൂടെ മുന്നോട്ട് പോകുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എല്ലാ അർത്ഥത്തിലും നന്മകളുടെ കൂടെ ചേരാനേ യുവാക്കളെ സന്നദ്ധരാകാവൂ. ഒരു തിന്മയുടെയും കൂടെ കൂടികളാവാൻ പാടില്ല. വതആവനൂ അലൽ ബിർരി വത്തഖ്വ, പുണ്യത്തിൻ്റെയും തഖ്വയുടെയും ഭക്തിയുടെയും മാർഗങ്ങളിലെ മറ്റുള്ളവരുമായി സഹകരിക്കാവൂ. വലാ തആവനൂ അലൽ ഇസ്മി വൽ ഉദ്വാൻ, പാപവും കുറ്റകരവും ശത്രുത വളർത്തുന്നതുമായ കാര്യങ്ങളിൽ ഏർപ്പെടാൻ പാടില്ല എന്ന്. സർവനന്മകളിലും ഉന്മേഷപൂർവ്വം മുന്നോട്ട് പോകുന്നതോടൊപ്പം യുവത്വം തിന്മകളിൽ ചെലവഴിച്ചതിൻ്റെ പേരിൽ വാർദ്ധക്യത്തിൽ ഖേദിക്കുന്ന ആളുകളുടെ വാക്കുകളിൽ നിന്ന് യുവാക്കൾ പാഠം ഉൾക്കൊള്ളണം. ഞങ്ങളുടെ നല്ല കാലം കഴിഞ്ഞല്ലോ എന്ന് വിലപിക്കുന്ന എത്രയോ വയോവൃദ്ധരുണ്ട്. അവരുടെ വാക്കുകൾ നമുക്ക് ഗുണപാഠമാകണം. ആ രൂപത്തിലൊക്കെ പക്ഷേ നഷ്ടപ്പെട്ടത് തിരികെ കിട്ടില്ലല്ലോ ഒരാൾക്കും. എന്നാൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന സമയങ്ങളെ പരമാവധി ഉപയോഗപ്പെടുത്തുവാനുള്ള ശ്രദ്ധയാണ് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടത്. ആ അർത്ഥത്തിൽ ഈ അനുഗ്രഹത്തെ പരിപൂർണമായി ഉപയോഗപ്പെടുത്തുവാനാണ് ഓരോരുത്തരും പരിശ്രമിക്കേണ്ടത്. റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ ഇഷ്ടപ്പെടുന്ന വിധത്തിൽ ജീവിതത്തിൻ്റെ ഓരോ സെക്കൻഡുകളെയും വിനിയോഗിക്കുന്ന സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അപാകതകളും ന്യൂനതകളും അവൻ പുറത്തു തരുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅ ഹദിയഹു. അമ്മാ ബഅദു ഫഊസീകും ഇബാദല്ലാഹ് വനഫ്സി ബിതഖ്വല്ലാഹ്. അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ. ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും സഗൗരവം ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. റബ്ബ് നമുക്ക് തഖ്വ വർദ്ധിപ്പിച്ച് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ജീവിതത്തിൻ്റെ ഏറ്റവും പരമപ്രാധാന്യമർഹിക്കുന്ന കാലഘട്ടമായ യൗവനവും ശേഷം ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഏതു പ്രായമാണെങ്കിലും ഓരോ സെക്കൻഡുകളും അള്ളാഹുവിൻ്റെ പൊരുത്തത്തിൽ വിനിയോഗിക്കേണ്ടുന്നതിൻ്റെ പ്രാധാന്യമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ നേടിയെടുക്കേണ്ടത് ഏറ്റവും വ്യക്തവും കൃത്യവുമായ അറിവുകളാണ്. അറിവില്ലാതെ ജീവിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ ഇടയിൽ നമ്മളും അറിവില്ലാത്തവരായി മാറിയാൽ ഇവിടെ മനുഷ്യരെ നേർമാർഗത്തിലേക്ക് ദിശാബോധം നൽകുവാൻ ആളുകൾ ഉണ്ടാവുകയില്ല. ബഹുഭൂരിപക്ഷം ആളുകളും അറിവില്ലാത്തവരാണെന്ന് അള്ളാഹു നമ്മെ അറിയിച്ചിട്ടുമുണ്ട്. വലാകിന്ന അക്സറന്നാസി ലാ യഅലമൂൻ, ജനങ്ങളിൽ മഹാഭൂരിപക്ഷവും അറിവില്ലാത്തവരാണ് എന്ന്. അറിവുള്ളവരും അറിവില്ലാത്തവരും സമമാകുമോ എന്ന് വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നുമുണ്ട്. അതൊക്കെ നമ്മൾ അറിവ് നേടേണ്ടുന്നതിൻ്റെ പ്രാധാന്യമാണ് പറയുന്നത്. ഇസ്ലാമിനെ വെല്ലുവിളിക്കാനും ഇസ്ലാമിനെ പൊതുജനങ്ങൾക്കിടയിൽ കരിതേച്ച് കാണിക്കുവാനും ഇസ്ലാമികമായ ആദർശത്തെ, റബ്ബിനെയും റസൂലിനെയും പ്രവാചകനെയും ദീനിൻ്റെ ആദർശങ്ങളെയും വിമർശിക്കുവാനും കിട്ടുന്ന വേദികളെല്ലാം ഇസ്ലാമിൻ്റെ ശത്രുക്കൾ ഉപയോഗപ്പെടുത്തുമ്പോൾ
അവിടെയൊക്കെ നട്ടെല്ലുയർത്തിപ്പിടിച്ചുകൊണ്ട് യുവാക്കളടക്കമുള്ള സമൂഹത്തിന് സാധ്യമാകണം. ഇല്ല, നീ പറഞ്ഞത് തെറ്റാണ്, ഞങ്ങളുടെ ഖുർആനിൽ അങ്ങനെ ഇല്ല, ഹദീസിൽ അങ്ങനെ ഇല്ല, അത് പറയാനും ആർജവത്തോടുകൂടി സമൂഹത്തിൻ്റെ മുമ്പിൽ അത് തിരുത്തി സംസാരിക്കുവാനും എഴുതുവാനും കഴിയണമെങ്കിൽ തെളിഞ്ഞ അറിവ് വിശ്വാസി നേടിയേ പറ്റൂ. അതുകൊണ്ട് തന്നെയാണ് റബ്ബിൻ്റെ ദീനിൻ്റെ മാർഗത്തിലുള്ള ആ വിഷയങ്ങളിലൊക്കെയുള്ള അറിവുകൾ നേടുവാൻ വേണ്ടി ആരെങ്കിലും അറിവിൻ്റെ പാതയിലേക്ക് പ്രവേശിച്ചാൽ സഹലല്ലാഹു ബിഹി തരീഖൻ ഇലൽ ജന്ന, അവന് സ്വർഗത്തിലേക്കുള്ള പാതയാണ് റബ്ബ് എളുപ്പമാക്കി കൊടുക്കുന്നത് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അറിവില്ലാത്തതിൽ ഇടപെട്ട് സംസാരിക്കരുത്, അറിവില്ലെങ്കിൽ അറിവുള്ളവരോട് ചോദിക്കണമെന്നാണ് കൽപ്പന. ഫസ്അലൂ അഹ്ലദ്ദിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ, നിങ്ങൾക്കറിവില്ലെങ്കിൽ നിങ്ങൾ അറിവുള്ളവരോട് ചോദിക്കണം. കിട്ടുന്നതെന്തും ഷെയർ ചെയ്യരുത്, കിട്ടുന്നതെന്തും പ്രചരിപ്പിക്കരുത്. ഇൻ ജാഅകും ഫാസിഖുൻ ബിനബഇൻ ഫതബയ്യനൂ, നിങ്ങൾക്കൊരു തെമ്മാടി ഒരു വാർത്തയുമായി നിങ്ങളുടെ സമീപത്ത് വന്നാൽ മുന്നും പിന്നും നോക്കാതെ അതൊക്കെ ഷെയർ ചെയ്യരുത്, അതൊക്കെ പ്രചരിപ്പിക്കരുത്. ഫതബയ്യനൂ, സൂക്ഷ്മമായി നിരീക്ഷണം നടത്തണം. അപ്പറഞ്ഞത് സത്യമാണോ? ഇത് ഷെയർ ചെയ്താൽ എനിക്ക് എൻ്റെ ആഖിറത്തിലേക്കോ ദുന്യാവിലേക്കോ അല്ല മരണാനന്തരം എൻ്റെ ജീവിതത്തിൽ എനിക്കിതുകൊണ്ട് പ്രയോജനം കിട്ടുമോ? അത്തരം പ്രയോജനം കിട്ടുന്നവ മാത്രം ഷെയർ ചെയ്യുക. അല്ലാത്ത കാര്യങ്ങളിൽ ഒരു തിന്മയുടെയും വക്താക്കളായി നമ്മൾ മാറുവാൻ പാടില്ല. നല്ല തെളിഞ്ഞ അറിവ് നേടുവാൻ പരിശ്രമമുണ്ടായാലേ പറ്റൂ. റബ്ബിനോട് അതിനു വേണ്ടി പ്രാർത്ഥിക്കണം. റബ്ബി സിദ്നി ഇൽമ, എൻ്റെ രക്ഷിതാവേ നീ എനിക്ക് ഉപകാരപ്രദമായ അറിവ് തന്ന് അനുഗ്രഹിക്കണമേ എന്ന്. അതുപോലെ തന്നെ സ്വന്തമായി അധ്വാനിക്കുവാനാണ് യുവതലമുറയേറെ ശ്രദ്ധിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കൃത്യമായി പഠിപ്പിച്ചു തന്നിട്ടുമുണ്ട്. നീ ഉപകാരപ്രദമായ കാര്യങ്ങളിലൊക്കെ നീ അധ്വാനിക്കണം, അള്ളാഹുവിനോട് സഹായം തേടണം. നീ ഒരിക്കലും എനിക്കൊന്നും കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള അപകർഷതാബോധം തീണ്ടിക്കൊണ്ട് അലസനായി കഴിച്ചു കൂട്ടരുത് എന്ന്. ഇതൊക്കെയും ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങളാണ്. ഈ അധ്യാപനങ്ങളെ നെഞ്ചിലേറ്റി മുന്നോട്ട് പോകുന്നവർക്ക് നല്ല രൂപത്തിലുള്ള ഈമാനോടുകൂടെയുള്ള മരണം കിട്ടും. അല്ലെങ്കിൽ സൂഉൽ ഖാത്തിമത്തായിരിക്കും, മോശപ്പെട്ട അന്ത്യമായിരിക്കും. റഹ്മാനായ റബ്ബ് നമ്മയെല്ലാം മോശപ്പെട്ട അന്ത്യത്തിൽ നിന്ന് കാത്തുരക്ഷിച്ചുകൊണ്ട് ഹുസ്നുൽ ഖാത്തിമത്ത്, നല്ല ഒരു അന്ത്യവും മരണവും നൽകപ്പെട്ട് സ്വർഗലോകത്തിൽ വിശ്വാസികളുടെ ചാരത്ത് ചേരുവാനുള്ള ആ സൗഭാഗ്യം ലഭിക്കുന്ന നല്ലവരിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ചെറുതും വലുതുമായ ദോഷങ്ങളെല്ലാം അള്ളാഹു പുറത്തു തരുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, സഹിക്കാനാവാത്ത പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. പലരും രോഗികളായി വീടുകളിലും ഹോസ്പിറ്റലുകളിലുമൊക്കെ കഴിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അള്ളാഹുവേ, എല്ലാവർക്കും സമ്പൂർണ്ണമായി നീ ശിഫ നൽകി അനുഗ്രഹിക്കണമേ. മാരകമായ രോഗങ്ങളിൽ നിന്ന് ഞങ്ങളെയും അവരെയും നീ കാത്തുരക്ഷിക്കണമേ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ സജ്ജനങ്ങൾക്ക് നീ പുറത്തു കൊടുക്കണമേ. ഞങ്ങളുടെ മാതാപിതാക്കൾ, ഗുരുവര്യന്മാർ എല്ലാവർക്കും നീ സ്വർഗം പ്രദാനം ചെയ്യണമേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا وأجر والدينا من النار. اللهم اجعل هذا البلد آمنا مطمئنا وسائر بلاد العالمين. اللهم سدد خطى والدنا حاكم الشارقة يا ذا الجلال والإكرام. ربنا اغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الأبرار والحمد لله رب العالمين.